ഹായ് സ്റ്റുഡൻസ്. അപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ഡിസീസസ് ഓഫ് ഹണി ബീസിനെ കുറിച്ചായിരുന്നു. അതിൽ നമ്മൾ പറഞ്ഞു 2 ടൈപ്പ് ഡിസീസസ് ഉണ്ട്. ബ്രൂഡ് ഡിസീസും ഉണ്ട്, അഡൽട്ട് ഡിസീസും ഉണ്ട്. അതിൽ ബ്രൂഡ് ഡിസീസസ് കോസ് ചെയ്യുന്നതാണ് ബാക്ടീരിയ കോസ് ചെയ്യാം, ഫംഗൈ കോസ് ചെയ്യാം, അതുപോലെ വൈറസും ബ്രൂഡ് ഡിസീസസ് കോസ് ചെയ്യാനായിട്ട് പറ്റും. അഡൽട്ട് ഡിസീസ് കോസ് ചെയ്യുന്നത് പ്രൊട്ടോസോവൻസ് ആണ് മെയിൻലി. അതിൽ നമ്മൾ ബാക്ടീരിയൽ ഡിസീസസ്, ബ്രൂഡിനെ കോസ് ചെയ്യുന്ന ബാക്ടീരിയൽ ഡിസീസസ് നമ്മൾ ഓൾറെഡി പഠിച്ചു. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഫംഗൽ ഡിസീസസിനെ, ബ്രൂഡിനെ അഫക്റ്റ് ചെയ്യുന്ന ഫംഗൽ ഡിസീസസ്. ഇതും 2 ഡിസീസസ് ആണ് മെയിനായിട്ടുള്ളത്. ചോക്ക് ബ്രൂഡ് ഡിസീസും സ്റ്റോൺ ബ്രൂഡ് ഡിസീസും 2 ഫംഗൽ ഡിസീസസ് ആണ് ഹണി ബീസിൻ്റെ ബ്രൂഡിനെ അഫക്റ്റ് ചെയ്യുന്നത്. ചോക്ക് ബ്രൂഡ് ഡിസീസ്, 2 സ്റ്റോൺ ബ്രൂഡ് ഡിസീസ്. ചോക്ക് ബ്രൂഡ് ഡിസീസ് കോസ് ചെയ്യുന്ന കോസൽ ഓർഗാനിസം എന്ന് പറയുന്നത് ആസ്കോസ്ഫെറ എപ്പിസ്. അസ്കോസ്ഫെറ എപ്പിസ് എന്ന് പറയുന്ന ഫംഗസ് ആണ് ചോക്ക് ബ്രൂഡ് ഡിസീസ് കോസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് കാൽക്ക് ബ്രെഡ് ഡിസീസ്. ഇറ്റ് ഇൻഫെക്ട്സ് ലാർവേ ഓഫ് 3 to 4 days ഓൾഡ്. എഗ്ഗ് ഹാച്ച് ചെയ്ത് കഴിഞ്ഞ് 3 മുതൽ 4 ദിവസം വരെ പ്രായമുള്ള ലാർവേനെയാണ് ഈ ചോക്ക് ബ്രൂഡ് ഡിസീസ് എഫക്റ്റ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് മോർ കോമൺ ഇൻ വർക്കർ ആൻഡ് ഡ്രോൺ ലാർവേ ദാൻ ഇൻ ദി ക്യൂൻ ലാർവേ. ഓക്കെ, അപ്പോൾ ഇതാണ് ചോക്ക് ബ്രൂഡ് ഡിസീസ്. ചോക്ക് ബ്രൂഡ് ഡിസീസ് എന്ന് പറയാൻ കാരണം നിങ്ങൾക്ക് ഈ പിക്ചറിൽ നോക്കിയാൽ മനസ്സിലാവും, ഒരു ചോക്ക് ഇരിക്കുന്ന പോലെയാണ് അതിരിക്കുന്നത്. വെള്ള കളറിൽ പഞ്ഞി പോലെ ഒരു ചോക്ക് ഇരിക്കുന്ന പോലെയാണ്. ചോക്കിൻ്റെ അതേ കട്ടിയും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഇതിന് ചോക്ക് ബ്രൂഡ് ഡിസീസ്. ബ്രൂഡ് ഒരു ചോക്ക് കളറിലായിട്ട് ചോക്കിൻ്റെ ഷേപ്പായിട്ട് മാറും. അതുകൊണ്ടാണ് ചോക്ക് ബ്രൂഡ് ഡിസീസ് എന്ന് പറയുന്നത്. Symptoms. The infected larvae is overgrown with a white cotton-like mycelium which fills the brood cell. Brood cell fill ചെയ്തുകൊണ്ട് ഒരു വൈറ്റ് മൈസീലിയം ആ ലാർവേനെ കവർ ചെയ്ത് കാണാനായിട്ട് പറ്റും. വൈറ്റ് കോട്ടൺ ലൈക്ക് മൈസീലിയം ഉണ്ട്. The white mass dries to form a hard shrunken mass mummy. ഇത് മമ്മിഫൈഡ് ആയിട്ട് മാറും. Deceased larvae are stretched out in their cells in an upright position. When infestation is heavy, much of the sealed brood dies and rise out within their cells. സിവിയർ ഇൻഫെസ്റ്റേഷൻ ആകുമ്പോൾ ആ സെൽസിലുള്ള ബ്രൂഡ് സെൽസിൽ മൊത്തം ഇത് അഫക്റ്റഡ് ആയിട്ട് ഇങ്ങനെ ചോക്കർ ഷേപ്പിൽ മാറാനായിട്ട് കാണാനായിട്ട് പറ്റും. When such combs are shaken, the mummified larvae make a rattling sound. ഒരു കിലിങ്ങുന്ന ഒച്ച കേൾക്കാനായിട്ട് പറ്റും. നമ്മൾ ആ കോമ്പ് ഒന്ന് ഷെയ്ക്ക് ചെയ്യുമ്പോഴത്തേക്കും കിലിങ്ങുന്ന റാറ്റ്ലിംഗ് സൗണ്ട് കേൾക്കാനായിട്ട് പറ്റും. അത് മമ്മിഫൈഡ് ലാർവ ഹാർഡാണല്ലോ ഇത്, അത് ആ സെൽസ് കിടന്നിങ്ങനെ കിലിങ്ങുന്നതാണ് റാറ്റ്ലിംഗ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ദീസ് ആർ ദ സിംറ്റംസ് ഓഫ് ദി ചോക്ക് ബ്രൂഡ് ഡിസീസ് എന്ന് പറയുന്നത്. Identified by the presence of mummies in the cells of the brood nest, hive entrance and on the bottom board. ഇതാണ് ഇങ്ങനെ ചോക്ക് എന്താ പറയുക, അതിങ്ങനെ ഹൈവിൻ്റെ പുറത്ത് വെള്ള കളറിൽ ഇതിങ്ങനെ കിടക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇങ്ങനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ഇത് ബ്രൂഡ് അല്ലെങ്കിൽ ആ കോളനി ചോക്ക് ബ്രൂഡ് ഡിസീസിൽ അല്ലെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷൻ അതിലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇതെന്ന് പറയുന്നത് ഹണി ബീസിൻ്റെ ഒരു നാച്ചുറൽ ഇൻസ്റ്റിങ്ക്റ്റ് ആണ്. അവർക്ക് ഡിഫെൻസീവ് മെക്കാനിസം ഉണ്ടല്ലോ. നേരത്തെ നമ്മൾ പറഞ്ഞു ബാക്ടീരിയൽ ഡിസീസസിൽ നമുക്ക് സെല്ല് പങ്ക്ചർ ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. അപ്പം ഇവർ ഹണി ബീസിൻ്റെ ഒരു നേച്ചറാണ്, അവർക്കൊരു ഹൈജീൻ നേച്ചറുണ്ട്. അതായത് അവരുടെ കോളനിയിൽ അവർക്ക് പരിചയമില്ലാത്ത എന്ത് സാധനമാണ് എങ്കിലും അവർ എന്ത് ചെയ്യും, അത് എടുത്ത് ആ സെല്ലിൽ നിന്നെടുത്ത് പുറത്തു കൊണ്ട് കളയും. അങ്ങനെ പുറത്തു കൊണ്ട് കളയാൻ വേണ്ടിയിട്ടാണ് എന്തെടുക്കുന്നത്, ഈ സെൽസിനെ പങ്ക്ചർ ചെയ്യുന്നത്. ഇവിടെ ബാക്ടീരിയൽ ഡിസീസിൻ്റെ കേസിൽ പക്ഷെ അത് ഡീകമ്പോസ്ഡ് ആയിട്ട് ഇരിക്കുന്നത് കൊണ്ട് അവർക്ക് അതിനെടുത്ത് പുറത്ത് കളയാനായിട്ട് പറ്റത്തില്ല. പക്ഷേ ഇതിൻ്റെ കേസസിൽ അങ്ങനെയല്ല, ഇതിങ്ങനെ ഒരു സോളിഡ് ഹാർഡ് മാസ് ആയിട്ടാണ് മാറുന്നത്. അപ്പോൾ അവരെന്ത് ചെയ്യും, ആ സാധനത്തിനെ എടുത്ത് പുറത്ത് കൊണ്ടുപോയി സെല്ലിന് അവരുടെ കോളനിക്ക് പുറത്ത് കൊണ്ടുപോയി കളയും. അതുകൊണ്ടാണ് ഇതിങ്ങനെ ഹൈവ് എൻട്രൻസിൽ ഇങ്ങനെ കിടക്കുന്നത്. അത് ഹണി ബീസിൻ്റെ ഒരു ഹൈജീൻ ബിഹേവിയറാണ്. അപ്പോൾ നാച്ചുറൽ കണ്ടീഷനിൽ ചെറിയ ഇൻഫെസ്റ്റേഷനൊക്കെ ആണ് എങ്കിൽ അവർക്ക് അത് മാനേജ് ചെയ്യാനായിട്ട് പറ്റും. അവർ സ്വന്തമായിട്ട് തന്നെ അവരത് മാനേജ് ചെയ്യും. ആ സെല്ല് പൊട്ടിച്ച് അതിൻ്റെ അകത്ത് ഈ സാധനം എടുത്തുകൊണ്ട് പുറത്ത് കൊണ്ടുപോയി കളയും. അങ്ങനെ അവരത് മാനേജ് ചെയ്യും.
പക്ഷെ അത് സിവിയർ ആയി കഴിയുമ്പം പിന്നെ അവർക്കത് മാനേജ് ചെയ്യാൻ പറ്റില്ല. അപ്പോഴാണ് നമ്മൾ ഈ ടെറാമൈസിൻ പോലുള്ള കെമിക്കലും അല്ലാതെ ഡിസിൻഫെക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പക്ഷെ നാച്ചുറൽ കണ്ടീഷനിൽ അവർക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ അതിനെ പ്രതിരോധിക്കാനുള്ള ഒരു മെക്കാനിസം അവർക്കുണ്ട്. അതുകൊണ്ടാണ് ഈ പങ്ക്ചറിങ്ങും അതുപോലെ ഈ ഹൈ വെൻട്രൻസിൽ ഈ സാധനം ഒക്കെ കിടക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഈ ഫംഗൽ ഡിസീസാണ് സ്റ്റോൺ ബ്രൂഡ് ഡിസീസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് കോസ്ഡ് ബൈ ആസ്പെർജില്ലസ് ഫ്ലാവസ് ആൻഡ് ആസ്പെർജില്ലസ് ഫ്യൂമിഗേറ്റസ്. ആസ്പെർജില്ലസ് ഫ്ലാവസിൻ്റെ പേര് ഓർത്തിരിക്കുക. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് സ്റ്റെയിൻ ബ്രഡ് ഡിസീസ്. മറ്റേ ചോക്ക് ബ്രൂഡ് ഡിസീസിൻ്റെ മറ്റൊരു പേരാണ് കാൽക്ക് ബ്രഡ് ഡിസീസ്. ഇത് സ്റ്റെയിൻ ബ്രഡ് ഡിസീസ്. ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട് ടു ഐഡൻറ്റിഫൈ ഇൻ ദ ഏർലി സ്റ്റേജ് ഓഫ് ഡെവലപ്മെൻറ്റ്. ഇതിൻ്റെ സിംറ്റംസും ഏകദേശം സെയിം തന്നെയാണ്. പക്ഷേ അവിടെ അത് വൈറ്റ് കളർ ചോക്ക് പോലെയാണ് മാറുന്നതെങ്കിൽ ഇത് കല്ല് പോലെയാണ് മാറുന്നത്. ഡാർക്ക് കളേർഡ് ആയിരിക്കും. ഫോർമേഷൻ ഓഫ് വൈറ്റിഷ് യെല്ലോ കോളർ ലൈക്ക് റിംഗ് നിയർ ദ ഹെഡ് എൻഡ് ഓഫ് ദി ഇൻഫെക്റ്റഡ് ലാർവേ. ഇതാണ് ഫസ്റ്റ് സിംറ്റം എന്ന് പറയുന്നത്. അതിൻ്റെ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ലാർവയുടെ ഹെഡ് റീജിയനിൽ ഒരു വൈറ്റ് കോളർ ലൈക്ക് റിംഗ് കാണാനായിട്ട് പറ്റും. ഡെഡ് ലാർവി ടേൺ ബ്ലാക്ക് ആൻഡ് ബിക്കം ഡിഫിക്കൾട്ട് ടു ക്രഷ്, ഹെൻസ് നെയിംഡ് സ്റ്റോൺ ബ്രൂഡ് ഡിസീസ്. അത് നല്ല ഹാർഡ് സ്ട്രക്ചറായിട്ടാണ് മാറുന്നത്. അതായത് കല്ലിൻ്റെ കട്ടി ഉണ്ടാവും അതിന്. ആ ഒരു ബ്ലാക്ക് കളേർഡ് മാസമായിരിക്കും, അതിന് ഒരു കല്ലിൻ്റെ കട്ടി ഉണ്ടാവും. അതുകൊണ്ടാണ് ഇതിനെ സ്റ്റോൺ ബ്രൂഡ് ഡിസീസ് എന്ന് പറയുന്നത്. ദ ഫംഗസ് ഇറപ്റ്റ്സ് ഫ്രം ദ ഇൻടെഗുമെൻറ്റ് ഓഫ് ദി ലാർവേ ആൻഡ് ഫോംസ് എ ഫാൾസ് സ്കിൻ, അതാണ് മമ്മി. ആൻഡ് ലാർവേ ആർ കവേർഡ് വിത്ത് ഗ്രീൻ പൗഡറി ഫംഗൽ സ്പോസ്. അതിൻ്റെ മുകളിൽ ഗ്രീൻ പൗഡറി ഫംഗൽ സ്പോസ് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇതിനാണ് ഫംഗൽ ഡിസീസസ്. രണ്ട് ഫംഗൽ ഡിസീസാണ് ചോക്ക് ബ്രൂഡ് ഡിസീസും സ്റ്റോൺ ബ്രൂഡ് ഡിസീസും. The management of fungal disease. There is no chemical control for fungal disease. Removal of mummies by bees results in the natural control of the disease. അവർ നോർമലി ബീസിൽ അസുഖം വന്നു കഴിഞ്ഞാൽ അവരുടെ ഹണി ബീസിൻ്റെ വർക്കർ ബീസ് അത് തിരിച്ചറിയും. എന്നിട്ട് ഈ സാധനത്തിനെ എടുത്ത് പുറത്ത് കൊണ്ടുപോയി കളയും, കൂടിന് പുറത്ത് കൊണ്ടുപോയി കളയും. ബാക്കിയുള്ള സെൽസിലേക്ക് ട്രാൻസ്മിറ്റഡ് ആവാതെ കൂടിന് പുറത്ത് കൊണ്ടുപോയി കളയും. അത് അവരുടെ നാച്ചുറൽ കൺട്രോളാണ്. Collect and burn the mummified larvae. Improve the ventilation and reduce humidity. Humidity കുറയ്ക്കുക, ventilation കൂട്ടുക. Replace the old blackened brood combs as these may harbor the chalk brood spores. If a colony lacks sufficient food stores, supplement with a good quality feed. നല്ല ക്വാളിറ്റി ഫീഡ് വെച്ചിട്ട് അതിനെ സപ്ലിമെൻറ്റ് ചെയ്യുക. അതായത് കോളനി വീക്ക് ആവാതെ നോക്കുക. അതാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ ഫീഡ് കൊടുക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്. ഫുഡ് കിട്ടാതെ വരുമ്പോൾ കോളനി വീക്ക് ആവും. Replace the queens with the stock bred for hygienic behavior or disease resistance. ഡിസീസ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള, അതായത് ക്യൂവിൻ്റെ ബിഹേവിയർ ആണ് ആ കോളനിയെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ക്യൂവിന് ഡിസീസ് റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ കോളനിക്ക് ഡിസീസ് റെസിസ്റ്റൻസ് ഉണ്ടാവും. അപ്പോൾ ക്യൂവിനെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ക്യൂവിനെ റീപ്ലേസ് ചെയ്ത് കൊടുക്കുക വീക്ക് കോളനീസിനെ. നെക്സ്റ്റ് ഇസ് ദ വൈറൽ ഡിസീസസ്. വൈറൽ ഡിസീസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസീസാണ് സാക്ക് ബ്രൂട്ട് ഡിസീസ്. തായ്ലാൻഡിലാണ് അത് ആദ്യം റിപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തായ് സാക്ക് ബ്രൂട്ട് ഡിസീസ് എന്ന് പറയും. ഇറ്റ് ഈസ് ഫസ്റ്റ് ഡിസ്ക്രൈബ്ഡ് ബൈ വൈറ്റ് ഇൻ 1917 ആൻഡ് ഹീ സജസ്റ്റഡ് ദ ഡിസീസ് ഈസ് കോസ്ഡ് ബൈ വൈറസ്. ഇതൊരു വൈറസ് ഡിസീസാണ് കണ്ടുപിടിച്ചത് വൈറ്റ് എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റാണ്. And Bailey et al. In 1964 first associated an isometric particle with infectivity and designed the virus as sac brood virus. Highly virulent virus, it is responsible for heavy losses to beekeeping, killing over 95% of the നമ്മുടെ അതായത് ഇന്ത്യയിലുള്ള അല്ലെങ്കിൽ കേരളത്തിലെ തന്നെ നമ്മുടെ വൻതേൻ ഈച്ചയുടെ, അതായത് ഇപ്പിസെറാന ഇൻഡിക്കയുടെ 95% കൂടുകളും നശിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു 1990s. നമ്മുടെ 95% ഓഫ് ദി കൂടും നശിച്ചു പോയായിരുന്നു. 1990s അത് ഇന്ത്യയിൽ വന്നു. 1995-99 കാലഘട്ടത്തിൽ കേരളത്തിൽ വന്നിരുന്നു. അത് നമ്മുടെ 95% ഓഫ് ദി കൂടും തീർത്തു. ബാക്കിയുള്ള 5% നിന്നാണ്, മിച്ചമുള്ള ആ 5% സ്റ്റോക്ക് പോപ്പുലേഷനിൽ നിന്നാണ് ഇന്ന് നമുക്കുള്ള ഈ കൊമേഴ്ഷ്യൽ എപ്പിക്കൾച്ചർ, ഇന്ന് കേരളത്തിലുള്ള കൊമേഴ്ഷ്യൽ എപ്പിക്കൾച്ചർ ഇൻഡസ്ട്രി നിലനിൽക്കുന്നത്. ബാക്കിയുള്ള ആ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള 5% നിന്ന് ബീ കീപ്പേഴ്സ് ബ്രീഡ് ചെയ്തെടുത്തതാണ് ഇന്ന് നമുക്കുള്ള
എപ്പിസെറാന ഇൻഡിക്കയുടെ കൂടുകളെല്ലാം. അപ്പോൾ അത്രത്തോളം രൂക്ഷമായിട്ട് നമ്മളെ ബാധിച്ച ഒരു അസുഖമായിരുന്നു തൈ സാക്ക് ബ്രൂട്ട് ഡിസീസ് എന്ന് പറയുന്നത്. ദ വൈറസ് ഈസ് ഇൻജസ്റ്റഡ് വിത്ത് ദി ഫുഡ്. അവർ ഫുഡ് കഴിക്കുന്ന കൂട്ടത്തിൽ ഈ വൈറസ് പാർട്ടിക്കിൾസും അവരുടെ ഉള്ളിൽ ചെല്ലും. 2 day old ലാർവേ ആർ മോർ സസെപ്റ്റബിൾ. ബാക്ടീരിയൽ ഡിസീസസിലും വൈറൽ ഡിസീസസിനും 2 ദിവസം പ്രായമുള്ള ലാർവേ അല്ലെങ്കിൽ 1 മുതൽ 2 ദിവസം പ്രായമുള്ള ലാർവയാണ് മോർ സസെപ്റ്റബിൾ. Virus multiplies in the body tissues and one dead larvae may contain 1 milligram virus which is sufficient to infect 1000 colonies. സോ അതാണ് അതിൻ്റെ വിറുലൻസിനെ കാണിക്കുന്നതാണത്. 1 മില്ലിഗ്രാം വൈറസ് മതി ഒരു 1000 കോളനിയെ ഇൻഫെക്റ്റ് ചെയ്യാനായിട്ട്. ഹൗ ഇസ് ദ ഡിസീസ് സ്പ്രെഡ്? ഒന്ന്, നഴ്സ് ബീസ്, ഫുഡ് വഴിയാണല്ലോ അവർ പകരുന്നത്. അപ്പം നഴ്സ് ബീസ് ആക്ടേഴ്സ് വെക്ടേഴ്സ് ഓഫ് ദ ഡിസീസ്, കാരിയറായിട്ട് ആക്ട് ചെയ്യും. യങ്ങസ്റ്റ് വർക്കേഴ്സ് ഇൻഫെക്റ്റഡ് വെൻ ദേ റിമൂവ് ദ ലാർവേ കിൽഡ് ബൈ ദി സാക്ക് ബ്രൂട്ട് ഡിസീസ്. അവർ ഈ നാച്ചുറൽ ഇൻസ്റ്റിക്റ്റ് ആണ് ഈ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ലാർവേനെ പുറത്ത് കൊണ്ടുപോയി കളയാന്നുള്ളത്. അപ്പോൾ കൊണ്ടുപോയി കളയുന്ന ആ യങ് വർക്കർ ബീസിന് അവർ ക്ലീൻ ചെയ്യുന്ന ആൾക്കാരാണ് ഇത് കൊണ്ടുപോയി കളയുന്നത്. സെല്ല് ക്ലീൻ ചെയ്യാൻ കുറച്ച് ആൾക്കാരുണ്ടല്ലോ. അപ്പം കൂട്ടത്തിൽ ഏറ്റവും കുഞ്ഞ ആൾക്കാരാണ് അവരുടെ കോളനീസ് ക്ലീൻ ചെയ്യുന്നത്. അപ്പം ആ ക്ലീൻ ചെയ്ത് ഈ സാധനം പുറത്ത് കൊണ്ട് കളയുമ്പം ഈ വർക്കർ ബീയുടെ അല്ലെങ്കിൽ ഉള്ളിൽ ഇതിനെ കയറും. ആൻഡ് ആഫ്റ്റർ ഇൻഫെക്ഷൻ ദ വൈറസ് അക്യുമുലേറ്റ് ഇൻ ദെയർ ഹൈപ്പോഫാരൻജിയൽ ഗ്ലാൻഡ്. ഹൈപ്പോഫാരൻജിയൽ ഗ്ലാൻഡിൽ നിന്നാണ് ഈ ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ബീ ബ്രെഡ്, അതുപോലെ റോയൽ ജെല്ലി, ഈ സാധനമൊക്കെ വരുന്നത് ഹൈപ്പോഫാരൻജിയൽ അല്ലെങ്കിൽ മാൻഡിബുലാർ ഗ്ലാൻഡിൽ നിന്നാണ്. അപ്പോൾ ആ ഗ്ലാൻഡിൽ ഇത് അക്യുമുലേറ്റ് ചെയ്യുന്നത് കൊണ്ട് ഫുഡ് വഴി അടുത്ത ആൾക്ക് ഇത് കിട്ടും. ലാർവേ ആർ ഇൻഫെക്റ്റഡ് വയ ബ്രൂഡ് ഫുഡ് ഗ്ലാൻഡ് സെക്രീഷൻസ് ഓഫ് ദി വർക്കർ ബീസ്. റോബിംഗ് ഹെൽപ്സ് ഇൻ ദ സ്പ്രെഡിങ് ഓഫ് ദ ഡിസീസ്. മുൻപത്തെ പോലെ അപ്പുറത്തുള്ള കോളനിയിൽ നിന്ന് പോയി റോബ് ചെയ്യുമ്പോൾ ഇത് സ്പ്രെഡാവും. ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ബ്രൂഡ് കോംസ്. ഇൻഫെക്റ്റഡ് കോളനിയിൽ നിന്നും ഹെൽത്തി കോളനിയും തമ്മിൽ നമ്മൾ ബ്രൂഡ് കോംസ് എക്സ്ചേഞ്ച് ചെയ്യാം. അത് ബീ കീപ്പർ ചെയ്യുന്ന പരിപാടിയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പം അത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല, കോളനിയുടെ വീക്ക് കോളനിയെ നമ്മൾ സ്ട്രോങ് ആക്കാൻ വേണ്ടി അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴും ഹെൽത്തി കോളനിയിൽ അസുഖം വരാൻ സാധ്യതയുണ്ട്. ഇങ്ങനെയൊക്കെയാണ് അസുഖം ഒരു കോളനിയിൽ നിന്ന് മറ്റൊരു കോളനിയിലേക്ക് അല്ലെങ്കിൽ ഒരു സെല്ലിൽ നിന്ന് അടുത്ത സെല്ലിലേക്ക് പകരുന്നത്. വാട്ട് ആർ ദ സിംറ്റംസ്? Partially uncapped cells scattered among the capped brood or capped cells that remain after surrounding the brood has emerged. Partially uncapped or uncapped cells containing individuals with a characteristic darkened head. Suspect individuals are easily removed intact but appears sac-like. അവരൊരു sac-like ആയിട്ടായിരിക്കും കാണുന്നത്. ഇതുപോലെ നമ്മളത് എടുത്ത് പിടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു എന്താ പറയുക, സാക്ക്-ലൈക്ക് അപ്പിയറൻസ് ആണ് ഇതിന്. ഈ അപ്പിയറൻസിനാണ് സാക്ക്-ലൈക്ക് അപ്പിയറൻസ് പറയുന്നത്. അവരുടെ ഹെഡ് ഡാർക്ക് കളറിലായിരിക്കും ഉണ്ടാവുന്നത്. ഡിസീസ്ഡ് പ്രീ പ്യൂപ്പേ ഫെയിൽ ടു പ്യൂപ്പേറ്റ് ആൻഡ് ഡാർക്കൻ പ്രിമച്വർലി ടു pale yellow and finally dark brown in color. Dark brown individuals dry and become wrinkled brittle scales that are easily removed. ഇതും സ്കെയിൽ ആയിട്ട് അടിഞ്ഞ് സെല്ലിൻ്റെ ഉള്ളിലിരിക്കും. ഇങ്ങനെയൊരു പ്രത്യേക രീതിയിലാണ് അതിൻ്റെ ലാർവ ഇരിക്കുന്നത്. അപ്പം ഇതിൻ്റെ സ്കെയിൽസ് നമുക്ക് സെല്ലിൽ നിന്ന് ഈസിലി റിമൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. സീൽഡ് സെൽസ് വിത്ത് പങ്ക്ചേഴ്സ് ആൻഡ് അഫക്റ്റഡ് ലാർവേ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇതുണ്ട്, ഇതൊക്കെ അഫക്റ്റഡ് ലാർവയാണ്, സെല്ല് സീൽ ചെയ്തിട്ടില്ല. ദെൻ ലാർവേ അപ്പിയറിംഗ് സാക്ക് ലൈക്ക് ഡ്യൂ ടു വൈറൽ ഇൻഫെക്ഷൻ. ഇത് നമുക്ക് എങ്ങനെ ഡയഗ്നോസ് ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചാൽ, ഒന്ന് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി വെച്ച് ഡയഗ്നോസ് ചെയ്യാം, അല്ലെങ്കിൽ സെറോളജിക്കൽ സ്റ്റഡീസ്, വൈറസിൻ്റെ ഇൻഫെക്ഷൻ സെറോളജിക്കൽ സ്റ്റഡീസ് വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. വാട്ട് ആർ ദ മാനേജ്മെൻറ്റ് പ്രാക്ടീസസ്? റീക്യൂനിങ് ദ കോളനി, റിമൂവിങ് ദ ഇൻഫെക്റ്റഡ് ബ്രൂഡ് കോംസ്. റീക്യൂനിങ് എന്ന് പറഞ്ഞാൽ ഹെൽത്തി ക്യൂൻ കൊണ്ട് റീപ്ലേസ് ചെയ്യാം. ഇഫ് ദർ ഈസ് ആൻ എക്സ്ട്രീംലി സ്ട്രോങ് ഇൻഫെസ്റ്റേഷൻ അപ്ലൈ ദി ആർട്ടിഫിഷ്യൽ സ്വാം മെത്തേഡ്. ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള വർക്കർ ബീസിനെയെല്ലാം ആ കൂട്ടിൽ നിന്ന് മാറ്റും. ഡിസ്ട്രക്ഷൻ ഓഫ് ദി ഇൻഫെക്റ്റഡ് ഫ്രെയിംസ് ആൻഡ് മെയിൻ്റനൻസ് ഓഫ് സ്ട്രോങ് ആൻഡ് വിഗറസ് കോളനി. സ്ട്രോങ് ആയിട്ടുള്ള കോളനിയിൽ ഒരിക്കലും അസുഖങ്ങളൊന്നും വരത്തില്ല. അതിൻ്റെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ എന്തെങ്കിലും ഒരു തകർച്ച വരുമ്പോഴാണ് ഈ കോളനിക്ക് അസുഖങ്ങളെല്ലാം ഉണ്ടാവുന്നത്. അപ്പോൾ കോളനിയുടെ ആ വിറുലൻസി അല്ലെങ്കിൽ ആ വിഗറസ് നേച്ചർ ഒട്ടും കുറയാതെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇങ്ങനെയൊക്കെയാണ് നമുക്ക് വൈറൽ ഡിസീസസ് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്.
Sterilization of beekeeping equipments with KMNF4 at the rate 50 grams per liter water followed by hot water dipping. അത് നമുക്ക് ചെയ്യാം. ഡിസിൻഫെക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെത്തേഡ്സാണ് പറയുന്നത്. Fumigation of hive by formic acid 85% at the rate 5 ml per hive. Caging the queen for 21 days for creating broodlessness condition. Breeding of resistant strains is the most effective method to control the viral disease. അതാണ് നമ്മൾ ചെയ്തത്. 95% നമുക്ക് ബി കോളനീസും നഷ്ടപ്പെട്ടു. ബാക്കിയുള്ള 5% അസുഖം വരാതെ റെസിസ്റ്റൻ്റ് ആയിട്ട് നിന്ന് കഴിഞ്ഞപ്പം ആ 5%-ൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു, പുതിയ കോളനീസ് ബ്രീഡ് ചെയ്തെടുത്തു, അല്ലെങ്കിൽ ഹണി ബീസിനെ ബ്രീഡ് ചെയ്തെടുത്തു. അപ്പം അങ്ങനെ റെസിസ്റ്റൻറ്റ് സ്ട്രെയിൻസിനെ ബ്രീഡ് ചെയ്യുന്നതാണ് അസുഖങ്ങളെ ചെറുക്കാനുള്ള ഏറ്റവും എന്താ പറയുക എഫക്റ്റീവായിട്ടുള്ളൊരു മെഷർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ബ്രൂഡ് ഡിസീസസ് എന്ന് പറയുന്നത്. ഇത് നെക്സ്റ്റ് നമുക്ക് ജനറൽ ആയിട്ടുള്ള മാനേജ്മെൻ്റ് ആണ്. വൈറൽ ഡിസീസസിനുള്ള ജനറൽ മാനേജ്മെൻറ്റ് പ്രാക്ടീസസ് ആണ് പറയുന്നത്. ഫോർ വൈറൽ പാത്തജൻ ദർ ഇസ് നോ കെമിക്കൽ കൺട്രോൾ. അതറിയാലോ. അഫക്റ്റഡ് കോളനീസ് ഷുഡ് ബി ഐസൊലേറ്റഡ് ബിയോണ്ട് ദെയർ ഫ്ലൈറ്റ് റേഞ്ച്. ഹണി ബീസിൻ്റെ ഫ്ലൈറ്റ് റേഞ്ച് എന്ന് പറയുന്നത് ഒരു 3 കിലോമീറ്റർ ചുറ്റളവാണ് അതിൻ്റെ ഫ്ലൈറ്റ് റേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു 3 കിലോമീറ്ററിൻ്റെ അപ്പുറത്ത് കൊണ്ടുപോയി ഇൻഫെക്റ്റഡ് കോളനീസ് വെക്കുക. Provide proper ventilation to reduce humidity. Cage the queen for a week and then requeen. Use sterilized equipments and combs. Check robbing, drifting and swarming. Provide supplement feeding. Undertake selective breeding for natural resistance. ഇതൊക്കെയാണ് ജനറൽ ആയിട്ടുള്ള മാനേജ്മെൻറ്റ് പ്രാക്ടീസസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഇത്രയുമാണ് ബ്രൂഡ് ഡിസീസസ് ഓഫ് ഹണി ബീസ് എന്ന് പറയുന്നത്. താങ്ക് യു.